പല ആൾക്കാരുണ്ടല്ലോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എനിക്കൊരു ഇന്നർ പീസ് ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ? പീസ് ഓഫ് മൈൻഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നല്ല നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ എന്തൊക്കെ ശീലങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ഇന്നർ പീസ് കൊണ്ടുവരാൻ നമ്മൾ നോക്കിയാലോ? കാര്യം പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയാലാണ് നമ്മുടെ ലൈഫ് ശക്തമായിട്ടുള്ളൊരു നല്ല ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ആ നല്ല ശീലങ്ങൾ. ഒന്ന്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇല്ലായ്മയുടെ ലിസ്റ്റ് എടുക്കലാണ് നമ്മുടെ സ്ഥിരം ബ്രെയിൻ്റെ ഒരു ശീലം. അപ്പൊ മോർണിംഗും ഒരു ഈവനിങ് കിടക്കാൻ പോണതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉള്ള അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള, സമാധാനമുള്ള, പോസിറ്റീവ് ആയിട്ട് ഒരാളാവാനായിട്ട് ഇത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്താ? സെറ്റ് ബൗണ്ടറീസ്. പല ആൾക്കാരും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലുണ്ടാവും, സമൂഹത്തിലുണ്ടാവും. കാര്യം എന്താ? നല്ല മനുഷ്യരുണ്ടെങ്കിൽ നല്ല വിഷപ്പാമ്പുകളും ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ നോ പറയാൻ പഠിച്ചില്ലെങ്കിൽ നമ്മളുടെ എനർജിയും കൊണ്ട് അവന്മാര് പോകും. അപ്പൊ അത് പഠിക്കുക. മൂന്നാമത്തെ കാര്യം എന്താ? ഡെയിലി നമ്മൾ എന്താ ചെയ്യണേ എന്നുള്ളത് നമ്മൾ റിഫ്ലക്ട് ചെയ്യണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ നല്ലത് എന്ത് നടക്കണം, മോശം എന്ത് നടക്കണം, നമ്മളത് കണ്ടുപിടിക്കാറില്ല. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു ജേർണലിംഗ് ഒക്കെ 10 മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ, നമ്മുടെ ലൈഫിൽ എങ്ങോട്ട് പോകണം എന്ന് ക്ലാരിറ്റി ഉണ്ടാക്കാൻ, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കാൻ, ഇതൊക്കെ നമ്മൾ ആ ഒരു കാര്യങ്ങളിലേക്ക് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ നല്ല രീതിയിലേക്ക് മെച്ചം കൊണ്ടുവരാൻ ഈ ഒറ്റ കാര്യത്തിന് പറ്റും. എഗെയിൻ നമ്മളുടെ ചെലവുകളെ പറ്റി എഴുതിയാൽ അത് അതിനുള്ള അടിപൊളിയാണ്. കാര്യം എന്താ? ഉണ്ടാക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതലായിരിക്കും ചെലവ്. അപ്പൊ എവിടെയാണ് പാഴ്ചെലവുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ എഴുത്ത് നമ്മളെ സഹായിക്കും. നാലാമത്തെ കാര്യം എന്താണ്? പ്രയോറിറ്റൈസ് സെൽഫ് കെയർ. പല ആൾക്കാർക്കും സ്വന്തമായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾക്കൊരു സൂര്യൻ ഉദിക്കുന്നത് കാണുക, അസ്തമനം കാണുക, കുഞ്ഞു കിളികളുടെ കൂടെ ഇരിക്കുക, ഇതൊക്കെ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്ത് സമാധാനം എന്നറിയാവോ? നല്ല വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ലൈഫിൽ പീസ് ഓഫ് മൈൻഡ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് ബിൽഡ് ചെയ്യണത് ഒരു ആക്സിഡന്റൽ പ്രോസസ് അല്ല. കോൺഷ്യസ് ആയിട്ട് നമ്മൾ നല്ല ശീലങ്ങളിലേക്ക് നമ്മുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്താൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളുടെ ഒരു ഡിസിഷനാണ്. എത്ര കോൺഷ്യസ് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റണോ അത്രയും സമാധാനവും സന്തോഷവും വെൽത്തും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരും. ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ. ഇത് എഗ്രി ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ.